സിനോജ് ഇപ്പോൾ കോഴിക്കോട് തിരുവങ്ങൂരിലാണല്ലോ സിനോജുള്ളത്. അവിടെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ വെള്ളക്കെട്ടാണോ? ഇപ്പോഴും അവിടെ മഴ തുടരുന്നുണ്ടോ? എന്താണ് സാഹചര്യം? സ്മൃതി, മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ബൈപ്പാസിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന വെങ്ങളത്താണ്. ഇതൊരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയുടെ അവസ്ഥ നോക്കൂ. ദേശീയപാത നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ആ ദേശീയപാതയിലെ മുഴുവൻ മണ്ണും കല്ലും ചെളിയും മണലും ടാറിങ് ഉൾപ്പെടെ വീടിൻ്റെ മുറ്റത്തേക്കാണ് ഒഴുകി വന്നിരിക്കുന്നത്. ഇതുപോലെ 10-12 വീടുണ്ട്. ഈ വീടുകളിലേക്കാണ് ഈ വെള്ളം മുഴുവൻ വരുന്നത്. ഓവുചാൽ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഓവുചാൽ വഴിയല്ല ഈ മഴവെള്ളം പോകുന്നത്. അതായത് കനത്ത മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഒഴുകിപ്പോയി. കഴിഞ്ഞ രാത്രി സംഭവിച്ചതാണ് ഈ കാണുന്നത്. വലിയ രീതിയിലുള്ള കോൺക്രീറ്റ് ഉൾപ്പെടെ ഈ ഓവുചാൽ ഉൾപ്പെടെ തകർന്ന് ഈ വീടിൻ്റെ മുറ്റത്തേക്കാണ് പോയിരിക്കുന്നത്. വൈദ്യുതി തൂൺ ഉൾപ്പെടെ അപകടത്തിലായിരിക്കുന്നു. ഈ വീട്ടുകാർക്ക് വലിയ മഴ പെയ്യുന്ന സമയത്ത് വീട്ടുകാർക്ക് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ അകത്തേക്ക് കയറാനോ പറ്റാത്ത അവസ്ഥയാണ്. ഇതൊരു അശാസ്ത്രീയമായും ഈ ഓവുചാൽ ഉൾപ്പെടെ നിർമ്മിച്ചതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു. അമ്മ, വലിയ ബുദ്ധിമുട്ടിലാണോ? വലിയ ബുദ്ധിമുട്ട് തന്നെ. ഈ ഓവുചാൽ നിർമ്മിച്ചാൽ അതിങ്ങനെയായത് മക്കളെയും കൊണ്ട് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല. വെള്ളം എടുത്ത് ചാടിയിട്ട് തീരെ താഴോട്ടും പുറമേക്കും അകത്തേക്കും ഒന്നും കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ചേട്ടൻ്റെ വീടിൻ്റെ അവസ്ഥയോ? എൻ്റെ വീട്ടിൽ ഇതേ പറഞ്ഞത് തന്നെ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, പുറത്തേക്കും പോകാൻ പറ്റില്ല, പുറത്തുനിന്ന് അകത്തേക്കും വരാൻ പറ്റില്ല. ചളി അടക്കം വന്നിട്ട് മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഓരോ ഈ അട്ടിക്കണക്കിന് ഈ പശ ചളി വന്നിട്ട് നിറഞ്ഞിട്ട് പിന്നെ ഇറങ്ങാൻ പറ്റൂല, ഇറങ്ങിയ വഴുതി പോകും. അപ്പോൾ ഈ മുറ്റത്തേക്ക് ഇറങ്ങാൻ തീരെ പറ്റൂല. ഈ പരാതി പറഞ്ഞായിരുന്നു ഇവരോട്? പരാതി പിന്നെ ഇവിടെ ഈ പ്രോജക്റ്റ് എഞ്ചിനീയർ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തതാണ്, പരാതി കൊടുത്തതാണ്. അപ്പോൾ അവർ ഞങ്ങൾ വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഈ KMCൻ്റെ ഹെഡ് ഓഫീസിൽ പോയി. ഇവിടെ എന്നാ KMCൻ്റെ ഓഫീസിൽ പോയി അവിടെ എഞ്ചിനീയറെ കണ്ടു. അവരും പറഞ്ഞു ഞങ്ങൾ വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞ് ഇത് ഒരു കൊല്ലമായി. കഴിഞ്ഞ മഴയത്താണ് പോയത്. സ്മൃതി, അതായത് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ സൈഡിൽ ഓവുചാലുണ്ട്. പക്ഷേ ഓവുചാൽ വഴിയല്ല വെള്ളം ഒഴുകുന്നത്. അതായത് ഓവുചാൽ നിർമ്മിക്കുന്നത് മഴവെള്ളം ഒക്കെ ഒഴുകി പോകാൻ വേണ്ടിയാണല്ലോ. പക്ഷേ ഓവുചാലിൻ്റെ അകത്ത് ഈ പൈപ്പിലേക്ക് ക്യാമറ പതുക്കെ വന്നാൽ കാണാം ഓവുചാൽ നിറഞ്ഞു കിടക്കുകയാണ്. അതായത് ഓവുചാലിനകത്ത് വെള്ളം എവിടേക്ക് പോകുന്നില്ല. അതായത് സ്ലോപ്പില്ലാതെയാണ് ഓവുചാൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വെള്ളവും വന്ന് ഇവിടെ നിറഞ്ഞ് ഈ ഓവുചാൽ കവിഞ്ഞാണ് ഈ ഓവുചാൽ ഇവിടെ നിന്ന് കവിയുന്നു, അങ്ങനെ പുറത്തേക്ക് പോകുന്നു. പല വീടുകളിലേക്ക് വെള്ളം ഒഴുകി പോകുന്നു. ഇവിടുത്തെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ തകർന്നു പോകുന്നു. അതായത് അശാസ്ത്രീയമായി ഓവുചാൽ നിർമ്മിച്ചതാണ് ഈ വെള്ളക്കെട്ടിന് കാരണം. ഈ വീടുകളിലേക്കുള്ള വഴി ഉൾപ്പെടെ തകരാൻ കാരണമായിരിക്കുന്നത്. ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ മറ്റൊരു അശാസ്ത്രീയത കൂടെ കാണിച്ചു തരാം. ഇത് KMC കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ ഒരു കോൺക്രീറ്റ്, ഈ ദേശീയപാത 6 വരിയാണ് ഇതിന് മുകളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ സൈഡ് വാൾ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്താണ്. ഇത് നോക്കൂ, വെറും മെറ്റൽ മാത്രമേ ഉള്ളൂ. അതായത് സിമെൻ്റ് ഇല്ല, മെറ്റൽ മാത്രം. ഇത് കോൺക്രീറ്റ് ചെയ്തു പോയത്, ഇപ്പോൾ ചെയ്തു പോയതാണ്. മെറ്റൽ മാത്രം പുറത്ത് നിൽക്കുന്നു. സിമെൻറ്റോ മറ്റ് കോൺക്രീറ്റോ ഒന്നും തന്നെ കാണാനില്ല. അതായത് നാട്ടുകാർ പറയുന്നത് വളരെ ലാഘവത്തോടെ മഴയുള്ള സമയത്ത് ചെയ്തു പോയിരിക്കുന്ന ഒരു കോൺക്രീറ്റ് ആണ് ഈ കാണുന്നത്. സംരക്ഷണ ഭിത്തി മുകളിലൂടെ വാഹനങ്ങൾ ഈ മലപ്പുറം തൃശ്ശൂർ ഭാഗത്തേക്ക് 3 വരിയിലൂടെ കടന്നു പോകുന്നതാണ് മുകളിലുള്ളത്. അതിൻ്റെ സംരക്ഷണ ഭിത്തിയാണ്. ക്രാഷ് എന്തെങ്കിലും അപകടം ഉണ്ടായാലും വണ്ടി ഇടിച്ചു നിൽക്കേണ്ട ഈ സുരക്ഷാ വേലിയാണ് ഈ രീതി നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നിർമ്മിച്ച സ്ഥലത്താണ് ഈ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി ജനങ്ങളാകെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളതാണ്. അവർക്ക് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനോ അകത്തേക്ക് കയറാനോ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതായത് കോഴിക്കോട് ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട സമയത്താണ് കനത്ത മഴ പെയ്യുന്നത്. അങ്ങനെ മഴ പെയ്യുന്ന ഘട്ടത്തിലാണ് വലിയ വെള്ളക്കെട്ടുണ്ടായിട്ട് ഈ ദേശീയപാതയിൽ നിന്ന് വീടുകളിലേക്ക് വെള്ളം ഒഴുകി പോകുന്നത്. വഴി മുഴുവൻ ഒലിച്ചു പോയ സാഹചര്യമാണുള്ളത്. സ്മൃതി, ശരി, എന്തൊരു കള്ള പണിയാണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കനത്ത മഴയിൽ ദേശീയപാതയ്ക്ക് ഇരുവശമുള്ള വീടുകളിലും അവിടെ താമസിക്കുന്നവരുമൊക്കെ ആശങ്കയിലാണ്.